സകല കലകളും ഒന്നിക്കുന്ന താരത്തിളക്കമുള്ള പ്രതിഭകൾക്കൊപ്പമാണ് നമ്മൾ ഇന്നത്തെ റെഡ് കാർപ്പറ്റ് ആരംഭിക്കാൻ പോകുന്നത്. ഈ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഞാൻ വിളിക്കാൻ പോകുന്ന ഗസ്റ്റും അതുപോലെ തന്നെ താരത്തിളക്കമുള്ള ഒരു അഭിനേത്രിയാണ്. നമുക്ക് എപ്പോഴും സ്നേഹമുള്ള അല്ലെങ്കിൽ കാണാൻ ഇഷ്ടമുള്ള വിശേഷങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള നമ്മുടെ അതിഥിയെ സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം മാനി ചേച്ചി. മാനി ചേച്ചി പറഞ്ഞു, അതായത് പെർഫോമൻസ് കാണാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ചേച്ചി എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ചേച്ചി ഒരു റീ എൻട്രി എന്താണെന്ന്? റീ എൻട്രി ചെയ്യാൻ പോയത് അമൃതയിൽ തന്നെയാണ്. പോയത് ഞാൻ കാരണമല്ല, അമ്മ കാരണമാണ്. അമൃതാനന്ദമായി അമ്മ കാരണമാണ്. അമ്മയ്ക്ക് പേഴ്സണലി എന്നെ അറിയാവുന്നതുകൊണ്ട് അമ്മ ഈ കഴിവുകൾ അമ്മ അറിയായിരിക്കാം. അമ്മ തന്ന കഴിവുകൾ തന്നെയാണ്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നമ്മുടെ ഇതിലൊന്ന് ഒരു ഷോ ചെയ്തുകൂടെ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞപ്പം നോ പറഞ്ഞില്ല അമ്മയോട്. അങ്ങനെ ചെയ്തതാ. അങ്ങനെ ചെയ്ത ഇനി ഒരു ക്യാരക്ടറായിട്ട് സിനിമയിൽ സജീവമാവാൻ അങ്ങനെയൊന്നും ആഗ്രഹമില്ല. അമ്മയാണ് സത്യം എന്ന മൂവിയിലൂടെ അല്ല ആദ്യം വന്നത്. അപ്പോൾ അതിലൊരു ആൺകുട്ടിയായിട്ട്, അതായത് ഒരു ടീനേജ് അങ്ങനത്തെ ഒരു പയ്യനായിട്ടൊക്കെയാണ് വന്നത്. ശരിക്കും അതൊരു ചലഞ്ചിങ് ക്യാരക്ടർ തന്നെയായിരുന്നില്ല. നമ്മളൊരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു, പ്രത്യേകിച്ച് ആ ഒരു കാലത്തൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അല്ലെങ്കിൽ ചേച്ചി എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത്? ഓപ്പണായിട്ട് പറയട്ടെ. ഓപ്പണായിട്ട് ശരിക്കും ആ ഒരു ക്യാരക്ടർ എൻ്റെ കയ്യിൽ തന്നു. അങ്കിൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ടീനേജേഴ്സ് പിള്ളേരുണ്ടല്ലോ, അവരുടെ മാനറിസംസ് നോക്കി പഠിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ ഞാൻ കുറച്ച് ഈ മുണ്ട് മടക്കി കുത്തുന്നതും അല്ലെങ്കിൽ അതിൽ നോട്ടം കൊണ്ടായാലും അങ്ങനെയൊക്കെ കുറച്ച് മാനറിസംസ് നിങ്ങൾ നോക്കി പഠിച്ചു എന്നല്ലാതെ പിന്നെ ബാക്കിയെല്ലാം അങ്കിള് പറഞ്ഞു തന്നാണ്. അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു തന്നതല്ലാതെ ഞാൻ എന്താ പറയാ, കോപ്പി കാറ്റായിരുന്നു ശരിക്കും. അങ്കിൾ എന്ത് പറയുന്നു അത് എൻ്റെ ഒരു ഔട്ട്പുട്ട് എത്ര വരുമോ അത് മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ടു. ഇപ്പൊ ആലോചിക്കുമ്പോ ഞാൻ നല്ല റോളാണ് ചെയ്തത് അല്ലേ. അപ്പൊ അടുത്തിടെ ആ സിനിമ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? ടിവിയിലോ യൂട്യൂബിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണും? ഞാൻ സത്യം പറഞ്ഞ എന്റെ സിനിമയൊന്നും അധികം കാണാറില്ല, അതാണ് സത്യം. ആണ്. ഈ സിനിമ ഇടയ്ക്ക് കാണും അല്ലെങ്കിൽ കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തി നോക്ക് നിങ്ങളുടെ ആ ഒരു അങ്ങനെ ചെയ്തിട്ടില്ല. പിള്ളേർ തന്നെ എന്റെ ഒരു പടം വെക്കുമ്പോഴത്തേനും ഞാൻ വേറെ പണിയില്ലേ കുഞ്ഞെ, നീ വേറെ എന്തെങ്കിലും കാണാൻ പറയും, അത്രേ ഉള്ളൂ. പക്ഷെ അല്ലാതെ ഇപ്പൊ ഞാൻ അതിനെ നിരസിച്ചോ താത്തിട്ടോ അങ്ങനെ പറയുന്നതല്ല, എന്തോ ഒരു ചമ്മല് അതാ തോന്നുന്നു. അതെ, നമ്മളുടെ കുട്ടികളുടെ കൂടെ ഇരുന്നൊക്കെ നമ്മൾ ആണായിട്ടൊക്കെ ബിക്കോസ് ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇത്രയും, ഞാൻ എപ്പോഴും ഞാൻ പറയും, ഓൾവേസ് ഞാൻ പറയാം, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും നല്ലൊരു റോൾസ് എനിക്ക് കിട്ടിയത്. ഈവൻ അമ്മയാണ് സത്യത്തിലായാലും, ഡയറക്ട് ഫസ്റ്റ് ബാലചന്ദ്രൻ മേനോൻ മൂവി, പിന്നെ സെക്കൻഡ് ഷാജി കൈലാസ് മൂവി, തേർഡ് സിബി മലയിൽ മൂവി, അതൊക്കെ ശരിക്കും ഞാൻ അന്വേഷിച്ചെന്നതല്ല, അദ്ദേഹം പേര് ആഗ്രഹിക്കുന്നു അങ്ങനെ കിട്ടാൻ. സത്യം. അതുകൊണ്ട് ശരിക്കും എനിക്കൊരു ക്യാരക്ടർ ഇങ്ങോട്ട് കിട്ടിയപ്പോൾ ഇന്നും എന്നും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഷാജി സാറിനെ കാണുമ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കും ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര എന്താ പറയാ, പക്ഷെ ചില സമയത്ത് ചില ഇന്റർവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര പാവമാണെന്ന്. നിങ്ങൾ അതായത് ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർ എന്ന രീതിയിലും അപ്പോഴെങ്ങനെയായിരുന്നു? ഞാൻ അടുത്ത് പോലും പോകില്ല, എന്നെ വഴക്കും തെർപ്പീരുവാന്നറിയാമോ. അന്നേരം ഞാൻ എന്നെ പേടിയായിരുന്നെന്നറിയാം എനിക്ക്. എന്നാന്ന് വെച്ചാൽ എന്നതേലും ആരേലും ഒരു ഈ ക്രൗഡിനകത്ത് തന്നെ ആരേലും എന്നേലും ഒന്നും ചെയ്തില്ലേ പുള്ളിക്ക് അങ്ങ് അരിച്ചും വരും. അത് കണ്ടിട്ട് ഞാൻ അടുത്തോട്ട് പോലും പോവല്ല. ക്യാമറ ഓണെന്ന് പറയുമ്പോഴത്തേന് അടുത്തോട്ട് പോവാണ്ട് നിങ്ങൾ എങ്ങനെ പ്രേമിച്ചു? പ്രേമിച്ചൊന്നും അന്നേരം ഒന്നും അല്ല, കണ്ടും മാത്രമായിട്ട് അതൊന്നുമല്ല. ഒത്തിരി നാളുകൾക്ക് ശേഷം. എല്ലാവരുടെ വിചാരം രുദ്രാക്ഷ സമയത്ത് ലവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനൊന്നുമില്ല, ഒത്തിരി നാള് കഴിഞ്ഞിട്ടാണ്. ഓ അത് ശരി. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ എനിക്കൊന്ന് കൃത്യമായിട്ട് അറിയണം. നമ്മളുടെ ഒരു അതിഥി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, കുറേ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാനായിട്ട്. ആനി ചേച്ചി കാണാനായിട്ടൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ റെഡ് കാർപ്പറ്റിന്റെ യാത്രയിലൂടെ നമ്മൾ അവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതൊന്ന് കാണാം. പിന്നെ ഓക്കെ. ഞാൻ നൂർ ജലീല. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് ദേവഗിരി കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഞാൻ 2 കൈകളും 2 കാലുകളും ഇല്ലാതെയാണ് ജനിച്ചത്. പക്ഷേ അതെനിക്കൊരു പ്രയാസമായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഇതുവരെ തോന്നിയിട്ടില്ല. ദൈവം തന്നതും തരാത്തതുമായി പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ജീവിതം എന്ന ഭാഗ്യം കിട്ടിയിട്ടും എന്നെ ജീവിക്കാൻ അനുവദിച്ചത് എൻ്റെ വാപ്പയാണ്.
എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, രണ്ട് അതോടുകൂടെ മുന്നോട്ട് പോകുക. ഏത് പ്രശ്നത്തിനും എന്ത് പ്രയാസത്തിനും എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാകും. നമുക്കെല്ലാവർക്കും ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാവർക്കും നല്ലത് ചെയ്യുക, മറ്റുള്ളവരുടെ മനസ്സിൽ നന്മ ചെയ്തുകൊണ്ട് ഒരിടം നേടുക. നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അതുവരെ ചിലപ്പോൾ അവർക്ക് വലിയൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് നന്മ ചെയ്യുക, നന്മ പ്രവർത്തിക്കുക. സോ നൂർ, ആനി ചേച്ചിയാണ് നമുക്ക് ഇന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഒരാള്. എന്താ പറയാനുള്ളത് ആനി ചേച്ചി അടുത്ത്? കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചിയുടെ കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നൂറിനോടാണ് ചോദിക്കാനുള്ളത്. ശരിക്കും മോളുടെ പ്രൊഫൈൽ കണ്ടു, പക്ഷെ എനിക്ക് എന്താ പറയുക മോളെ, പക്ഷേ എന്ന് പറയുന്നില്ല, ഭയങ്കര എന്താ പറയുക അഭിമാനവും സന്തോഷവും, എന്താ അറിയില്ല മോളെ, വാക്കുകളില്ല പറയാൻ. ശരിക്കും മോളെ ഇതുവരെ വളർത്തിയെടുത്ത് ഈ പറഞ്ഞ പോലെ ജീവിതത്തിനെ ഭയങ്കര വിൽ പവറോടുകൂടി നേരിടാൻ മോളെ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ച് മനസ്സിനൊരു ധൈര്യം തന്ന അച്ഛനും അമ്മയ്ക്കും വേണം എൻ്റെ എന്താ പറയുക. അച്ഛനമ്മ വന്നിട്ടുണ്ടോ? അച്ഛനും അമ്മയ്ക്കും എൻ്റെ വക 1 കോടി പ്രണാമം. നമ്മുടെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു വിഷമം കണ്ടുപോയാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ തളർന്നു പോകും. പക്ഷെ ആ തളർച്ചയിൽ ഈ അച്ഛനും അമ്മയും ഒരുപാട് എന്താ പറയുക മനസ്സിൽ ധൈര്യം വിൽ പവർ എടുത്തിട്ടില്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയ ഈ അച്ഛനും അമ്മയും ശരിക്കും നല്ലൊരു റോൾ മോഡൽസ് ആണ്. അതെ അതെ, തീർച്ചയായിട്ടും അവർക്കും വലിയൊരു അഭിനന്ദനങ്ങൾ. സോ നിങ്ങൾ ആരൊക്കെയാ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തൂ. ഞാൻ വാപ്പ. ഓക്കെ, അബ്ദുൽ കരീം. നമസ്കാരം. അസ്മാബി ഉമ്മയാണ്. അത് സിസ്റ്റർ ആണോ? ചേച്ചി? ഞാൻ ഐഷ, അവളുടെ സിസ്റ്ററാണ്. ഞാൻ അൻവർ, അവളുടെ ഡോക്ടറാണ്, അവളുടെ ഫാമിലി ഫ്രണ്ടാണ്. അരുൺ, ഡ്രൈവറാണ്. ഓക്കെ, നമസ്കാരം. അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. സോ നൂറിന്റെ ഈ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് നൂറിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ മാറി മറിഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് തുടങ്ങുകയാണെങ്കിൽ സാധാരണ ഇപ്പം ഒരു ഫാമിലിയിൽ ഒരു ബേബി ജനിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ. പക്ഷേ ഞാൻ ജനിച്ച സമയത്ത് അവർക്ക് എന്താ പറയുക, ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തി വലുതാക്കും, അല്ലെങ്കിൽ ഒപ്പം നിൽക്കും. എൻ്റെ സിസ്റ്റർ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം അതെന്താ നിനക്ക് ചെയ്താലെന്ന് ചോദിക്കും. അപ്പോൾ ശരിക്കും അതൊക്കെയാണ് എന്നെ ഒരുപാട് പറ്റില്ല എന്ന് വിചാരിക്കപ്പെട്ട കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്നുള്ള ഒരു സംഭവം മനസ്സിലേക്ക് വന്നത്. പിന്നെ കൂടെയുള്ളവരുടെയും എല്ലാവരുടെയും സപ്പോർട്ടും എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ചേച്ചി ചോദിക്കുന്ന ആ ചോദ്യത്തിൽ തന്നെ വലിയൊരു എന്താ പറയാ ഒരു ആൻസർ ഉണ്ട്. എന്തുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയായിരുന്നു അവക്ക് വയ്യാത്ത കുട്ടി അവള് ചെയ്യണ്ടെന്ന് പറഞ്ഞ് മാറ്റിയിരുത്തിയില്ലേ, കൊണ്ടുവരാ ചെയ്തേ. അതൊക്കെ ശരിക്കും നമ്മള് എന്താ പറയാ, അത് കുഞ്ഞു വാക്കുകളാണെങ്കിൽ പോലും ഐ ഷുഡ് അപ്രിഷിയേറ്റ് ഹർ. സോ ഡോക്ടറിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, ഡോക്ടർ എങ്ങനെയാണ് നൂറിന്റെ ആ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഡോക്ടർ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പം എങ്ങനെയാണ് നൂറിനെ മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്? സത്യത്തിൽ ഞാൻ നൂറിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലില്ല. ഞാൻ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയറിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അവിടെ അടുത്തുള്ള കോളേജിലാണ് ഇവൾ പഠിക്കുന്നത്, വീടും അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ വോളണ്ടിയർ ആയിട്ട് ഇവർ നമ്മുടെ ഒരു പ്രോഗ്രാമിന് പാടാൻ വന്നതാണ്. അതിനുശേഷം അവിടെ വോളണ്ടിയർ ആയിട്ട് വന്നു. ഒരു 1.5 വർഷമായിട്ടുള്ളൂ നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട്. അതിനുശേഷമാണ് ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അതിനു മുമ്പ് ഞാനില്ല പിക്ചറിൽ. സോ ഒരു ഡോക്ടർക്ക് തോന്നിയ ഒരു അത്ഭുതമായിട്ട് ഇത്രയും വിൽ പവർ ഉള്ള ഒരു പേഴ്സണാലിറ്റി? തീർച്ചയായിട്ടും നമ്മൾ അവളുടെ കൂടെ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് അവളിങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് തോന്നേയില്ല. കാരണം അവർ മോർ ദാൻ നോർമലാണ്. ഇപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് പ്രകാരം അവളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ 10% അബിലിറ്റി ഉള്ളൂ, 90% ഡിസേബിൾഡ് ആണ്. പക്ഷേ അവൾ 110% ഏബിൾഡ് ആണ്. ശരിക്കും എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ആ ഡിസബിലിറ്റി അളക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ശരിക്കും നമുക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. മോളുടെ വർത്താനത്തിൽ തന്നെ നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ 90% അവള് നോർമൽ ആണ്. ശരിക്കും ദേവി അങ്ങനെ തന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. എന്തൊക്കെയാണ് നൂറിന്റെ കഴിവുകൾ? എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് ലൈഫിൽ നേടിയിട്ട് തന്നത്? ഞാൻ പെയിന്റ് ചെയ്യും, കുറച്ച് പാടും,
പിന്നെ ചെറുതായിട്ട് വയലിൻ വായിക്കും, വയലിൻ വായിക്കും, ക്രാഫ്റ്റ് ചെയ്യും. പിന്നെ ഇങ്ങനെ എൻ്റെ ജീവിതാനുഭവങ്ങളും അല്ലെങ്കിൽ പഠിച്ച പാഠങ്ങളും ഒക്കെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കും. മോട്ടിവേഷണൽ സ്പീച്ചസിനും ഒക്കെ പോകാറുണ്ട്. മോട്ടിവേഷണൽ സ്പീച്ച് എന്നൊക്കെ പറയുമ്പോൾ മോള് ശരിക്കും എന്തായിരുന്നു മോളുടെ ലൈഫിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് തുടങ്ങാൻ കാര്യം? ശരിക്കും ഞാൻ ജനിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നോക്കും, അയ്യോ ഈ കുട്ടിക്ക് കയ്യില്ല കാലില്ല എന്നൊക്കെ പറയും. ചെറുപ്പകാലത്തിലൊക്കെ ശരിക്കും ഭയങ്കര ഒരു സങ്കടം, ഭയങ്കര പെയിനായിരുന്നു. ആൾക്കാർ നോക്കുമ്പോൾ ഒക്കെ എനിക്ക് ദേഷ്യം വരും, സങ്കടം വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പലരുടെ ഇടപെടലും അല്ലെങ്കിൽ ശരിക്കും വേണമെങ്കിൽ പറയാം എനിക്ക് സത്യം മനസ്സിലായി. കാരണം എനിക്ക് കയ്യില്ല, എനിക്ക് കാലില്ല, ഞാനിങ്ങനെയാണ്, ഓക്കെ, അപ്പോൾ എന്നെ ഇതുപോലെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഓൾറെഡി ഇല്ല, അപ്പം കരഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ കയ്യോ കാലോ ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളതുപോലെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക എന്നുള്ളൊരു പോയിന്റിലേക്ക് ഞാൻ അവസാനം എത്തി. പിന്നെ എനിക്ക് എൻ്റെ വൈകല്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലായത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ തിരൂർ വരം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ ഒരുപാട് വീൽ ചെയർ പേഷ്യൻസിനൊക്കെ കാണാനിടയായി. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് 2 കാലും മുട്ട് വരെയുള്ളൂ, ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു അറ്റ്ലീസ്റ്റ് എനിക്ക് നടക്കാനെങ്കിലും പറ്റുന്നുണ്ട്, വീൽ ചെയറിലായി പോയിട്ടില്ല. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്റ്റേജാണ്. അതിനുശേഷം ഇപ്പോൾ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ, അവിടെ ഞാൻ വോളണ്ടിയർ ആയിട്ട് ചെന്നു. അവിടെ വരുന്നത് 4th സ്റ്റേജ് ക്യാൻസർ പേഷ്യൻസ് ആണ്. അവിടെ അവർ ജീവിക്കാനായിട്ട് കഷ്ടപ്പെടുക. അപ്പോൾ ശരിക്കും ജീവിക്കാനായിട്ട് കഷ്ടപ്പെടുമ്പോൾ ഞാൻ കയ്യില്ല കാലില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിൽ യാതൊരു അർത്ഥമില്ല. അപ്പോൾ ശരിക്കും ഉള്ളത് വെച്ച് സമാധാനിച്ച് അല്ലെങ്കിൽ ഉള്ളതിൽ നല്ല എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തി അത് വെച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി കണ്ടുപിടിക്കാൻ എന്തെങ്കിലുമൊക്കെ കുറച്ചുണ്ടാവും. ആ ഒരു ഇതിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ദൈവം നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രയാസങ്ങളൊക്കെ തരുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ തോന്നുന്നത്. എനിക്ക് വാക്കുകൾ കേൾക്കുമ്പോൾ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഇത്ര മെച്യൂർഡ് ആയിട്ട് ഇങ്ങനെ ജീവിതത്തെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാ സംസാരിക്കാൻ പറ്റുക? ഹാറ്റ്സ് ഓഫ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. അല്ല, ഇത് ശരിക്കും ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു എന്താ പറയുക സപ്പോർട്ട് എന്തോരുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഉമ്മ എനിക്ക് ക്രയോൺസും ഒക്കെ വാങ്ങിച്ചു തരും. അപ്പം ഞാൻ തന്നെ 2 കൈയും കൂട്ടി പിടിച്ചാൽ എഴുതി എല്ലാ കാര്യങ്ങളും 2 കൈ വെച്ചാൽ ചെയ്യാം. അപ്പോൾ ക്രയോൺസൊക്കെ വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ചിടും. അങ്ങനെ ചെറിയ രീതിയിൽ വരക്കാനായിട്ട് പഠിച്ചു. അപ്പോൾ എവിടെയും പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ആകെ ഒരു 3 മാസം എങ്ങാനും പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം പല കാര്യങ്ങളും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ എൻ്റേതായ രീതിയിൽ ചെയ്യും. സാധാരണ കാര്യങ്ങൾ ഇപ്പോൾ വയലിൻ ഞാൻ വായിക്കും. സാധാരണ വയലിൻ ഇങ്ങനെയാണ് പിടിക്കുക, ഞാനത് ഷെല്ലോ പിടിക്കണോ അല്ല തല തിരിച്ചാൽ പിടിക്കുക. അത് എനിക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പറ്റുന്ന ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വേയിൽ കൂടെ മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു റോൾ മോഡൽ ആക്കാം. ഒരുപാട് ആണ്. ഞാൻ ആച്ചു എന്നാണ് വിളിക്കുക. സോ എന്താ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവം ഉണ്ടോ പറയാൻ? തല്ലുണ്ടാവും ഇല്ലേ? ഇപ്പോഴും അത് ഞാൻ പറഞ്ഞുതരാം, പറയാതെ തന്നെ പറയാം. ഞാൻ ഇതേപോലെ ഇളയതാ എൻ്റെ വീട്ടില്, ഇതേപോലെ ഒരു ചേച്ചി എനിക്കും ഉണ്ട്. അപ്പൊ ഞങ്ങളായിരിക്കും മാക്സിമം സ്കോർ ചെയ്യുന്നല്ലേ, ഇത്രയുള്ളൂ പറയാൻ അല്ലേ. അപ്പൊ ചേച്ചിമാർ മാക്സിമം ഒതുങ്ങി കൊടുക്കും. അപ്പൊ ഉപ്പായും അമ്മയും വന്ന് പറയും നീ എത്ര വഴക്കുണ്ടാക്കുന്നത്, അതിനെ വിട്ടുകൊടുക്കാതെ കൊച്ചല്ലേന്ന്. അത് ഞാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇവര് 2 ഒന്നാവും, ഞാൻ ഔട്ടാവും. ഡോക്ടറോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നൂറ് ആദ്യമായിട്ട് ഡോക്ടറെ കാണുമ്പോഴത്തേന് ഏതൊരു വ്യക്തിക്കും ഒരു ഡോക്ടറെ കാണുമ്പോൾ ഒരു ഭയങ്കര പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ മോൾ എന്തെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓപ്പൺ ആയിട്ടൊരു ചോദ്യമില്ല. പിന്നെ തമാശയ്ക്ക് പലതും വേണം എന്ന് പറയുന്നതല്ലാതെ കോഴിയും ലേസും ഫ്രൂട്ടി ഇങ്ങനത്തെ ഒക്കെയാണ് അവളുടെ. അല്ലാണ്ട് സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ വന്നതിന് ശേഷമുള്ളൊരു ഇത് ഇവളുടെ കാല് ആർട്ടിഫിഷ്യൽ ലിംബ് സാധാ നമ്മുടെ മെഡിക്കൽ കോളേജിലെ PMR എന്നുള്ള ലിംബായിരുന്നു. അപ്പോൾ അത് അവളുടെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു കാല് വെക്കണം എന്നുള്ള. അപ്പോൾ സാമ്പത്തികവും അല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഒക്കാത്തത് കൊണ്ടാണ് അത് പോകാതിരുന്നത്. അപ്പോൾ അതിലാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെട്ടതും എൻ്റെ ഹെൽപ്പ് ഉണ്ടായിട്ടുള്ളതും. അത് നമ്മൾ ഓട്ടോബോക്ക് എന്ന് പറഞ്ഞൊരു ജർമ്മൻ ലോകത്തിൻ്റെ ഏറ്റവും നല്ലൊരു കമ്പനിയുടെ അത്യാവശ്യം വിലയുള്ള ഒരു കാലം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു മൊബിലൈസ് ചെയ്തിട്ട് അത് ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നെക്കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു ഉപകാരം അതായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ
അതിൽ അവൾക്ക് ഇപ്പോൾ നടക്കാനുള്ളത് കുറച്ചും കൂടെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. ഒരു 90% അവൾ കംഫർട്ടബിൾ ആണ്. ഉപ്പയോട് ചോദിക്കട്ടെ, തുടക്കം മുതലേ ആൾ ഇതുപോലെ തന്നെ എപ്പോഴും ചിരി, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞങ്ങളുടെ മോള് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ്, അവളുടെ ഒരു പോസിറ്റിവിറ്റി കാണുമ്പോൾ, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ള കുറവുകൾ വിളപ്പോൾ ചോദിക്കും, എന്താ കൈയില്ല കാലില്ല എന്ന്. അപ്പം ഞാൻ സാധാരണ എനിക്ക് പേപ്പർ കട്ടിങ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം അങ്ങനെ ഇവള് ചോദിക്കുന്നതിനനുസരിച്ചുള്ള പേപ്പർ കട്ടിങ് എടുത്ത് കാണിച്ചു കൊടുക്കും. കൈയില്ലാത്ത നിനക്ക് കൈ ഇത്രയുണ്ട്, ഇത് തീരെ കൈയില്ലാത്തവരുണ്ട്, കാലില്ലാത്തവരുണ്ട്, അങ്ങനെയുള്ള കാണിച്ച് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്നൊക്കെ എല്ലാവരും മാറി അവളുടെ മൈൻഡ് തന്നെ ഒരു നോർമലായി. അത് പിന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല, പിന്നെ എല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം. യെസ്, അനു ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം, ഇതൊന്ന് പിടിച്ച്. നമ്മുടെ 100 വരച്ച കാര്യങ്ങളും 100 ചെയ്ത സാധനങ്ങളൊക്കെയാണ് ഇത്. മാണിക്കച്ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചുപോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും തന്തിരത്താനേ താനാനേ, തന്തിരത്താനിന്നാനിന്നാനേ. ഇനി ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്, വയലിൻ പെർഫോമൻസിന് വേണ്ടിയിട്ട്. സോ ആർ യു റെഡി? യെസ്, ഞങ്ങളും റെഡിയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. തകർത്തു കേട്ടോ, നല്ല ചക്കര കുട്ടിയായിട്ട് വായിച്ചു. പിന്നെ ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ നൂറിനുണ്ടായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഈ സ്റ്റേജും ഇതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും. അതൊന്നും നമ്മൾ പ്രശ്നമാക്കണ്ട. കുറച്ച് കാലമായിട്ടുള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ ചെറിയൊരു സംഭവം നമുക്കുള്ളൂ. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്റ്റേജിൽ. അപ്പൊ നമുക്ക് അനു ചേച്ചി നമുക്ക് ആ ഒരു മൊമെന്റ് പ്രസന്റ് ചെയ്യാം.